നിലവിൽ ലഹരി ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, ഇല്ല. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ശരിക്കും നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് അത് കഴിയുമ്പോൾ ഞാൻ പറയാം. ഓക്കെ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വ്യക്തിയെ ലഹരി പരിചയപ്പെടുത്തുന്ന ആരെന്നറിയോ? ആരാ? അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 3 വയസ്സോ 4 വയസ്സോ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ പപ്പ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല ചോക്ലേറ്റ് മേടിച്ചു തരും അല്ലേ? എന്തൊക്കെ ചോക്ലേറ്റ് കഴിച്ചിട്ടുണ്ട്? 5 സ്റ്റാർ, ഡയറി മിൽക്ക്, മഞ്ച് അല്ലേ? അത് കഴിഞ്ഞ് പപ്പ ജോലിക്ക് പോകാനായിട്ട് അടുത്ത ദിവസം പോകുമ്പോഴത്തേക്ക് പതുക്കെ പപ്പയുടെ അടുത്ത് പോയി പറഞ്ഞേക്കുന്നത് എന്താ പറഞ്ഞേക്കുന്നത്? വൈകുന്നേരം വരുമ്പോ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോഴത്തേക്ക് പപ്പ വീണ്ടും മുട്ടയുടെ ഷേപ്പിലുള്ള ഒരു സാധനം കൊണ്ടുവരും. എന്താ? അപ്പൊ നിങ്ങൾ വീണ്ടും പപ്പയെടുത്ത് പറഞ്ഞേക്കും ഇന്ന് വൈകുന്നേരം വരുമ്പോ കിണ്ടർജോയ് മേടിച്ചിട്ടുണ്ട്. അഥവാ അന്ന് പപ്പ മേടിച്ചുകൊണ്ട് തരാൻ മറന്നുപോയെങ്കിൽ എന്ത് ചെയ്യും? കൂട്ടുകാരനായിട്ട് നിങ്ങൾ ലെക്ചർ ടൈമിനകത്ത് ചിലപ്പോൾ ഇന്റർവെലിനോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിനോ ഒക്കെ വെളിയിൽ പോകുമ്പോഴത്തേക്ക് അവിടെ കടയിൽ എന്തുണ്ടാവും? മിഠായി ഉണ്ടാവും, ഐസ്ക്രീം ഉണ്ടാവും, ഇല്ലേ? ചോക്ലേറ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് പോക്കറ്റ് മണി തന്നിരിക്കുന്ന എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് എന്ത് മേടിക്കും? ഒന്നിന് ചോക്ലേറ്റ് മേടിക്കും, അല്ലെങ്കിൽ മിഠായി മേടിക്കും, ഇല്ലെങ്കിൽ ഐസ്ക്രീം മേടിക്കും. അപ്പൊ പപ്പയുടെയും അമ്മയുടെയും കയ്യിലിരുന്ന നിയന്ത്രണം ഇപ്പൊ ആരുടെ കയ്യിലായി? ആരുടെ കയ്യിലായി? നിങ്ങളുടെ കയ്യിലായി. നിങ്ങളുടെ കയ്യിൽ നിന്ന് പതുക്കെ ആരുടെ കയ്യിലേക്ക് പോകുന്നറിയോ? നിങ്ങളുടെ കൂട്ടുകാരുടെ കയ്യിലേക്ക് പോകും. അപ്പൊ ആദ്യം തുടങ്ങുന്നത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്ത് മേടിക്കും? ചോക്ലേറ്റോ ഐസ്ക്രീമോ ഒക്കെ മേടിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അറിയത്തില്ല, നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ വളരെ നല്ല മനസ്സോടു കൂടെ പോയി ഐസ്ക്രീം കഴിക്കുമ്പോൾ ലഹരി എന്ന് പറയുമ്പോഴത്തേക്ക് അത് വെറും ഒരു ബീഡി വലിക്കുന്നതിനകത്തോ അല്ലെങ്കിൽ ഇച്ചിരി മദ്യം കഴിക്കുന്നതിനകത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നതിനോ മാത്രം ഒതുങ്ങി നിൽക്കത്തില്ല. ഇത് പല രീതിയിലാണ് സ്പ്രെഡ് ആകുന്നത്. അപ്പൊ ആ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എടുത്തിട്ടൊന്നും കാര്യമില്ല. ഈ കാര്യങ്ങൾ വരുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്കാണ്. അപ്പൊ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി നിങ്ങളെ ദുരുപയോഗം ചെയ്യാനായിട്ട് ഒരു മൈൻഡ് സെറ്റിൽ ഒരു ആഗ്രഹമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ മേടിച്ചു തരും? ചോക്ലേറ്റ് മേടിച്ചു തരും, ഐസ്ക്രീം മേടിച്ചു തരും, പിന്നെ മിൽക്ക് ഷേക്ക് മേടിച്ചു തരും. ഇതിനകത്തൊക്കെ എന്തൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ?